പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയിപ്പോൾ നമ്മളെ ഒരു അപകട വാർത്ത വരുന്നുണ്ട്, അതിലേക്ക് പോവുകയാണ്. ഇടുക്കി രാജാക്കാട് അവിടെ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു. തമിഴ്നാട് ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ആൽവിൻ സംഭവ സ്ഥലത്തു നിന്നും ചേരുന്നുണ്ട്. ആൽവിൻ, എപ്പോഴായിരുന്നു അപകടം? എത്ര പേര് ഈ ബസ്സിലുണ്ടായിരുന്നു? ഈ പൂർണ്ണമായിട്ടും പരിക്കേറ്റവരെയൊക്കെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? ഇത് രാജാക്കാട് വട്ടക്കണ്ണിപ്പാറ എന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത്. ഏതാണ്ട് 4:45 മണിയോടുകൂടിയാണ് ഈ ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അവിടെ ഒരു വലിയ കുഴിയിലേക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ബസ്സിൽ 19 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഇവർ ചെന്നൈ സ്വദേശികളാണ്. അവർ രാജാക്കാട് വഴി തേക്കടിയിൽ വന്നിട്ട് അവിടുന്ന് മൂന്നാറിലേക്ക് പോകുന്ന വഴിയായിരുന്നു. രാജാക്കാട് വട്ടക്കണ്ണിപ്പാറയിൽ വെച്ചാണ് ഈ അപകടമുണ്ടായത്. ഈ 19 പേരിൽ 5 പേർ കുട്ടികളാണ്, മറ്റുള്ളവർ മുതിർന്നവരാണ്. ഇതിൽ ഒരാളുടെ നില മാത്രം അല്പം ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ചെന്നൈ സ്വദേശികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. വൈകിട്ട് 4:40 കറക്റ്റ് ഈ സമയത്താണ് അപകടം ഉണ്ടാകുന്നത്. അവിടെ ബ്രേക്ക് നഷ്ടപ്പെട്ടത് ബസ് മറിഞ്ഞതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഡ്രൈവർ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. ഇവർക്ക് തേക്കടിയിൽ നിന്ന് പരിക്കേറ്റ എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയോ? 19 പേർക്കും ചെറിയ പരിക്കുകളുണ്ട്. ചിലരുടെ പരിക്ക്, 4 പേരുടെ പരിക്ക് ഏതാണ്ട് ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ അവരെയും അവിടുത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. രാജാക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. മറ്റ് ഒരാളുടെ ഒരു സ്ത്രീക്ക് മാത്രമാണ് ആരോഗ്യനിലയിൽ അല്പം ഗുരുതരമെന്ന് വേണം പറയാമെന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ അവിടുത്തെ ആശുപത്രി PROയിൽ നിന്ന് ലഭിക്കുന്ന വിവരം അങ്ങനെ തന്നെയാണ്. ഒരു സ്ത്രീക്ക് മാത്രമാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. മറ്റുള്ളവരെ ചെറിയ പരിക്കുകളുണ്ട് എങ്കിൽ പോലും 4 പേർക്ക് ഗുരുതര പരിക്കുകളുണ്ട്. അവരെ ഈ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 1 വർഷം മുമ്പ് ഇതേ സ്ഥലത്ത് അപകടം ഉണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ ചെന്നൈ തമിഴ്നാട്ടിൽ നിന്നുള്ള സ്വദേശികളായിട്ടുള്ള ആളുകളായിരുന്നു. അവര് അവിടെ അപകടത്തിൽപ്പെടുകയും അതിൽ മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ആ വളവിൽ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് 4:40 ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് മറിയുന്നത്. ചെന്നൈ സ്വദേശികളാണ് ഇതിലുണ്ടായിരുന്ന യാത്രക്കാർ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 19 പേരിൽ 4 പേരുടെ നില അല്പം ഗുരുതരമാണ്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ ആൽവിൻ, ശരി. അപ്പോൾ അപകട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആൽവിൻ തോമസ് ഇടുക്കിയിൽ നിന്ന്. പരിക്കേറ്റവരൊക്കെ എത്രയും വേഗം ആരോഗ്യവാന്മാരായി തിരികെ വരട്ടെ.